അതുപോലെ ബന്ധങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ സംസാരിക്കുന്ന ഒരുപാട് പേര് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേരെ കാണുന്നുണ്ട്. സിംഗിളായിട്ടുള്ള പേരൻസിൻ്റെ മക്കളുടെ പ്രശ്നങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. ഇപ്പം അച്ഛൻ്റെ അടുത്ത് ഈ ധ്യാന സ്ഥലങ്ങളിലേക്ക് വരുന്ന ആളുകളിൽ ഈ ഡിവോഴ്സ് ഇത്രയും ആവുന്നതിൻ്റെ റീസൺ എന്താണെന്ന് അച്ഛൻ ആലോചിച്ച് നോക്കാറുണ്ടോ? അവർ വരുമ്പോൾ റീസൺസ് പറയുമല്ലോ. അപ്പം അതിൽ പൊതുവായിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? റീസൺ ഇല്ല എന്നതാണ് ഇതിൻ്റെ ഒരു റീസൺ. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടം, പണ്ട് കാരണം ഉണ്ടായിരുന്നു, എന്നെ അടിച്ചു, അല്ലെ മദ്യപിക്കുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു പണ്ട് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെ ഇല്ലെന്നുള്ളതല്ല, പക്ഷെ ചിലത് വെറുതെ എനിക്ക് തോന്നി, മടുപ്പ് തോന്നി. സോ കാരണം നമുക്കിതൊന്നും തുറന്ന് പറയാൻ മേലാത്ത അവസ്ഥ, അത്രയ്ക്കുള്ള സാഹചര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ പറയണത് ഒരു സമൂഹം വല്ലാതെ മാറുകയാണ്. അതായത് ലൗകികമായ ഒരു കാഴ്ചപ്പാടോടുകൂടെ സമൂഹം വല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമ്മുടെ ഇതുപോലെയുള്ള ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും അങ്ങോട്ട് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇന്ന കാരണം എന്നല്ല, പല കാരണങ്ങളാണ്, ചിലപ്പോൾ കാരണം ഇല്ല എന്നുള്ളത്.